ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. പേടിക്കുന്നത് തന്നെ വരും. അയ്യോ, എനിക്ക് അറ്റാക്ക് ആണെന്നാ തോന്നുന്നത്. വേദന കൂടുന്നുണ്ട്. മിണ്ടാൻ മേല കേട്ടോ. ഒരു കുഴപ്പമില്ല. ചിലപ്പം കപ്പ തിന്നതിന്റെ വായു വിലങ്ങിയതാ. പേടിച്ചത് തന്നെ ഭയപ്പെടും. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ ഒരു മൂക്കടപ്പോ ഒരു തൊണ്ടയ്ക്ക് വേദന. കോവിഡാന്നാ തോന്നുന്നത്. എന്നാ പറ്റും? കോവിഡാന്നാ? പിന്നെ കോവിഡ് ഡേവിഡ്. സ്തോത്രം. ഈ ഭയപ്പെടുന്നത് ഭവിക്കും. അതാ യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്തു. അവർ ഭയപ്പെടുന്നത് അവർക്കും വരുത്തും. അവർ ഭയപ്പെട്ടത് അവർക്കും വരുത്തും. കണ്ടോ? ഭയപ്പെടുന്നത് വരുത്തും, പേടിക്കുന്നത് വരുത്തും. സ്തോത്രം, സ്തോത്രം. സദൃശവാക്യം 1:26-27 ഉറക്കെ വായില്. നീ പേടിച്ചാ വായിച്ച തെറ്റുപോന്നോർത്ത. അത് തെറ്റുക തന്നെ ചെയ്ത് ഭവിച്ചു. ഒന്നുകൂടെ വായില്. അതങ്ങനെ ഇമ്മിണിയോളമുള്ള ബൈബിളാ. ഇതെങ്ങനെ കാണാനാ? ആ ബൈബിൾ ഇങ്ങോട്ട് കൊടുത്ത്. എല്ലാം വെറുതെ ഇരിക്കല്ലയോ, അങ്ങോട്ട് കൊടുത്ത്. അത് അവിടെ ചുമ്മാ ഇരിക്കുക. ഉറക്കമായില്ലേ? ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. പിന്നെ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ ഉണ്ടോ? ഭയപ്പെടുന്നത് ഭവിക്കുമെന്ന ഇയ്യോബ് അതന്നെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇയ്യോബ് പറയുക, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ദൈവമക്കളോടൊരു കാര്യം പറയാം, ഒന്നിനെയും ഭയപ്പെടരുത് ദൈവത്തെ അല്ലാതെ. മനുഷ്യനെ ശങ്ക വേണം, ഭയപ്പെടുന്നത് ദൈവത്തെയാ. ഞങ്ങളുടെ വീട്ടിലെ ശാശിന്റെ ഉപദ്രവാന്നാ തോന്നുന്നേ. അപ്പുറത്തുകാർ ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഭവിക്കും. സ്തോത്രം. എന്നാന്നറിയാം, എനിക്ക് 2 ദിവസമായിട്ട് ശരീരം കിലുകിലിക്കുന്ന അവർ ചെയ്തതാ. ഞാൻ തെക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാ ഒന്ന് ഞെട്ടി. ഭയപ്പെടുന്നത് ഭവിക്കും. കോവിഡാന്ന് ഭയപ്പെട്ട കോവിഡാ, അറ്റാക്കാന്ന് ഭയപ്പെട്ട വരും. സ്തോത്രം. പറ, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയെന്നാണ്. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. യോബ് ഈ യാഗമൊക്കെ കഴിച്ച് ആരാധിക്കുന്നെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് ഓരോ ചിന്തയാ. പുള്ളി ഇങ്ങനെ ചിന്തിച്ച്, ദൈവമേ, എൻ്റെ ഈ കന്നാലി എല്ലാം ചത്തുപോയാൽ എന്നെ അടുക്കും. സൂക്ഷാത് ചത്തു. പേടിക്കുക. ഈ കന്നാലിയല്ല നോക്കിയിരുന്നപ്പം ആണ്ട പിടിച്ചോണ്ട് പോയി മൊത്തം ചത്തു. അന്നേരം പുള്ളി ചിന്തിച്ചു, ദൈവമേ, എൻ്റെ പിള്ളേര്, ആൺപിള്ളേരും പെങ്കൊച്ചുങ്ങളും എങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? എനിക്കാണെ പ്രായമായി വരുവാ. കലാപുലി പോലുള്ള എൻ്റെ ആൺപിള്ളേരും 3 പെൺപിള്ളേരും എങ്ങാനും ചത്തുപോയാൽ സൂക്ഷം. കൊടുങ്കാറ്റ് വന്ന പെരയുടെ മൂലയ്ക്ക് പിള്ളേർ 10 ചത്തു. 10 ഡെഡ് ബോഡി നിരത്തി വെച്ചിരിക്കുക. ഭയപ്പെടുന്നത്. അന്നേരം ഓർത്ത്, ദൈവമേ, ആട്ടെ, പിള്ളേരൊക്കെ മരിച്ചു, ദൈവഹിതമായിരിക്കും, യഹോവ തന്നെ കോപെടുത്തി. എൻ്റെ ശരീരത്തിനെങ്ങാനും വല്ല കുഴപ്പവും വന്ന പറഞ്ഞു തീർന്നില്ല പരിക്കള്. സ്തോത്രം. പറഞ്ഞു തീർന്നപ്പോ തന്നെ പരിക്കളും വ്രണങ്ങളും. ഭയപ്പെടുന്നത് ഭവിക്കും. സ്തോത്രം. ഭയപ്പെടുന്നത് ഭവിക്കും. ഉടനെ പുള്ളി അങ്ങനെ ഇരുന്നപ്പോ ചിന്തിച്ചു, അയ്യോ, എൻ്റെ ഭാര്യ എങ്ങാനും എന്നെ തള്ളി പറയുമോ? എന്റെ യേശു എനിക്കു നല്ലവേ, അവനിന്നുമെന്നും മതിയായവേ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മതിയായവൻ, ആമേൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസം മനമേ അവൻ മതി അയവൻ, അവനാദ്യനോ
അന്ത്യനുമേ ദിവ്യാസേകത്തിൻ കൈയടിച്ച് ചേർന്ന് അവനാദ്യനോ അന്ത്യനുമേ ദിവ്യാസേകത്തിനുറമേ പാതി ആയിരത്തിലതിശ്രേഷ്ഠനവ സ്തുത്യന വന്ദ്യന നായക പതിനായിരത്തിലതിശ്രേഷ്ഠന വന്ദ്യന നായക എന്റെ യേശുവേ നല്ലവൻ അവനിന്നും എന്നും മതി അയവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസം അവൻ മതി ആയവൻ അവനാപത്തിൽ രോഗത്തിൽ വൻ ജീസസ് യാത്രയാതി കാടിന പ്രതികൂലങ്ങളാനു നിമിഷ മാരു ഗ്ലോറി 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 നിമിഷ പകൽ മേ രാത്രി അഗ്നി തൂണ എന്നെ അനുദിനം വഴി നടത്തോ പകൽ മേഘസ്തംഭം ദിനം വഴി നടത്തോ എന്റെ യേശു എനിക്കോ അവനിന്നും എന്നും അവനാപത്തിൽ രോഗത്തിൽ അവൻ മതിയായവൻ അവനാപത്ത് ഗ്ലോറി 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 ഹല്ലേലൂയ 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 ഓ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണോ നീരെല്ലാം തുടച്ചു എന്റെ അവൻ രാജാവായി വാനിൽ ഇടം പറന്നുയരോ അവൻ ഓ എന്റെ യേശു എനിക്കു നല്ലവൻ അവനിന്നും എന്നും അവൻ മതിയായവൻ അവനാപത്തിൽ ഗ്ലോറി 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 ഹല്ലേലൂയ 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 അവനാപത്തിൽ രോഗത്തിൽ വൻപ്രസംഗത്തിൽ മനമേ അവൻ യായവൻ അവനാപത്തിൽ രോഗത്തിൽ അവനാപത്തിൽ രോഗത്തിൽ ജീസസ് കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, താൻ ഭയപ്പെട്ടത് തന്നെ തനിക്ക് ഭവിച്ചു. എല്ലാം തനിക്ക് പ്രതികൂലമാണ്. ഞാൻ ഓടിച്ച് ആ ഭാഗമൊക്കെ നിർത്താം. കർത്താവിന് മഹത്വം. എല്ലാം പ്രതികൂലമായി, സകലതും പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം. ഇതെല്ലാം പ്രതികൂലമാക്കിയിട്ട് സാത്താൻ യോബ് ദൈവത്തെ ത്യജിച്ചു പറയുന്നത് കാണാൻ കാത്തിരിക്കുക. സ്തോത്രം. ദൈവത്തെ തള്ളി പറയുന്നത് കാണാൻ, ദൈവത്തെ പരിഹസിക്കുന്നത് കാണാൻ കാത്തിരിക്കുക പിശാച്. പക്ഷേ ഭക്തൻ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞില്ല. ഭക്തൻ പറഞ്ഞ പദം നമുക്കെല്ലാം മനപാഠമാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ആമേ ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, പിള്ളേര് മാറ്റപ്പെട്ടു, ആ സമ്പത്ത് മുഴുവൻ നശിച്ചു, സ്നേഹിതന്മാര് ദ്വേഷിച്ചു, ഭാര്യ തള്ളി പറഞ്ഞു, അയലക്കാർക്കെല്ലാം പരിഹാസ വിഷയമായി, വഴി നടന്നു പോയവര്
പരിഹസിച്ചു, സ്നേഹിതന്മാര് ദ്വേഷിച്ചു, എല്ലാം പ്രതികൂലമായപ്പോൾ യോബ് ദൈവത്തെ ത്യജിച്ചു പറയുന്ന കാണാൻ സാത്താൻ കാത്തിരുന്നപ്പോൾ ഭക്തൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഭക്തൻ പറഞ്ഞ പദം നമുക്ക് മനഃപാഠമാ. എന്തുവാ പറഞ്ഞ? 13:15 വായിച്ച്. യോബ് എന്തുവാ ഇതെല്ലാം വന്നപ്പോ സംഭവിച്ചതപ്പോൾ പറഞ്ഞ 13:15 ഉറക്കെ വായിരേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മതി. എല്ലാം തനിക്ക് പ്രതികൂലമായി ദൈവത്തെ ത്യജിച്ചു പറയുന്ന കാണുവാൻ പിശാച് തക്കം പാർത്തിരുന്നപ്പോൾ ഭക്തൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഭക്തൻ മാറിയിരുന്നോണ്ട് പറയുക, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്റെ ദൈവം ആ സകലത്തിന്റെ അധികാരി. സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരവും എന്റെ കർത്താവിനാ. എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും വരികയില്ല. ഒടി പറയാ, അവിടുന്ന് എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത് അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കുകയല്ലെന്നാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഉഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനായി കാത്തിരിക്കുന്ന ആരും ലജ്ജിക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. യോബ് ദൈവത്തെ തള്ളി പറയുന്ന കാണാൻ സാത്താൻ കാത്തിരിക്കുക. പക്ഷെ യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടുന്ന് അവനെ തന്നെ കാത്തിരിക്കും. ദൈവമക്കൾ അവിവേകമൊന്നും സംസാരിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും നമ്മുടെ നാവിന്ന് പറയരുത്. എടുത്തു ചാടി ഒന്നും പറയുകയും എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കുകയും ചെയ്യരുത്. ഞാനെപ്പോഴും പറയും, ഈ ദാവീദിന്റെ കൈവശം 2 പ്രാവശ്യം ശൗലിനെ കൊടുത്തതാണ്. 2 പ്രാവശ്യം. ഒന്ന് അതുല്ലാമിലിരിക്കുമ്പോഴും ഏൻഗതിയിലിരിക്കുമ്പോഴും 2 പ്രാവശ്യം ശൗലിനെ കൊടുത്തു. ദാവീദ് പറഞ്ഞു, ഞാൻ തൊടുകയല്ലെന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. ഒരിക്കലും ദാവീദും അവന്റെ ആൾക്കാരുടെ ഗുഹയ്ക്കകത്തിരിക്കുക, അതുല്ലാം ഗുഹയില്. അപ്പോൾ ശൗലും അവന്റെ ആൾക്കാർ കാൽമടക്കത്തിന് ആ ഗുഹയിലോട്ട് കയറി വരിക. വരുന്ന കണ്ടോണ്ട് ദാവീദിന്റെ പെങ്ങടെ മോനുണ്ട് സെരൂയയുടെ മോൻ അബീശായി, അനന്തരവനാ, ദാവീദിന്റെ പെങ്ങടെ മകനാ. ഉടനെ അബീശായി ദാവീദിനോട് പറഞ്ഞു, അമ്മാച്ച, നിന്റെ വൈരിയും ശത്രുവ് നിന്നെ ചതിച്ചു വഞ്ചിച്ച് കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തി തകർക്കാൻ പദ്ധതി ഇട്ട് ഭാവിച്ച നിന്റെ വൈരിയും ശത്രുവാകുന്ന ശൗലിനെ ദൈവം കൊണ്ടിരിക്കുക, കയറി വെട്ടിയേക്കാൻ പറഞ്ഞു. നമ്മളറിഞ്ഞ സ്തോത്രം എന്ന് പറഞ്ഞു വെച്ചൊന്ന്, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുമെന്ന്. സ്തോത്രം. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. പിന്നെ ദാവീദ് അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം അല്പം മുറിച്ചെടുത്ത് എന്നിട്ട് തന്നെ മനസാക്ഷി കുത്തി തുടങ്ങി. സ്തോത്രം. മനസാക്ഷി കുത്തി തുടങ്ങി. അപ്പൊ എടുത്ത് ചാടി വെട്ടാൻ പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, ഞാൻ എടുത്ത് ചാടത്തില്ല. അതാ സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായി യോബിന്റെ സഹിഷ്ണുത. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാ, വിവിധ പരീക്ഷകൾ നമുക്കെതിരെ വരും. എന്നാലും പിറുപിറുക്കുകയും തളരുകയും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയല്ല. ചില സഹോദരിമാരാ കൂടുതലും പറഞ്ഞത്. ഈ നിങ്ങൾ ചിന്തിക്കും, പുള്ളി കൂടെ സഹോദരിമാരുടെ കാര്യം. അതിന് കാരണം പുരുഷന്മാരെക്കാളും കൂടുതൽ സംസാരിക്കുന്ന സഹോദരിമാരാ അല്ലേ? പറ ജോഡി. അപ്പൊ ഉദാഹരണം അവിടെ കൊണ്ടാക്കാനല്ല. ഭർത്താവ് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നോണ്ടേ ഭാര്യ വന്ന് പറഞ്ഞു, ഈ തേങ്ങ വന്ന് പൊതിച്ചതാ. ഉടനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോകും. പുള്ളി പിന്നെയും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ അങ്ങനാണോ? അല്ലെങ്കിലും ഇങ്ങനെ തേങ്ങ പൊതിക്കാൻ പറഞ്ഞാൽ പൊതിക്കത്തില്ല. ഞാനിവിടെ കിടക്കുന്ന ഉണക്ക തേങ്ങ മുഴുവൻ ഞാനാ പൊതിച്ചത്. എൻ്റെ വന്ന കാലം മുതൽ ഇന്ന് വരെ ഒരു തേങ്ങ പുള്ളി പൊതിച്ച് തന്നിട്ടില്ല. എന്നാൽ കൊച്ചുങ്ങളോട് പോലും പറഞ്ഞൊരു തേങ്ങ പൊതിപ്പിക്കുകയില്ല. വെറുതെ ഇരുന്നാലും ഒരു തേങ്ങ പൊതിച്ച് തരത്തില്ല. ഞാൻ തേങ്ങ പൊതിച്ച് എനിക്ക് എൻ്റെ ഒരപ്പൂട്ട് വേദന എടുക്കുന്നു. ഉണ്ടോ? പുള്ളി ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഞാൻ പേപ്പർ വായിക്കാൻ പോകാൻ. തള്ളച്ചേതാന്നാ പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞു. നിങ്ങളാ ഒത്തിരി സംസാരിക്കുന്നത്.
നിങ്ങൾ യോഗം കഴിയുമ്പോഴും ശ്രദ്ധിച്ചു. സഹോദരന്മാരെന്തുകൊണ്ട് വിശേഷം? സുമായിട്ടിരിക്കുന്നു. നിങ്ങൾ അങ്ങനല്ല, എന്നോട് വിശേഷം. നിങ്ങൾ യോഗം കഴിഞ്ഞ് ശ്രദ്ധിച്ചോ? അങ്ങോട്ട് പോകുമ്പോഴെല്ലാം പറഞ്ഞാ പോകുന്നത്. മറ്റേ സഹോദരി വണ്ടിയോട്ട് കയറിയാലും ക്ലാസ് താക്കുകയല്ല, പിന്നെ മറ്റേ കാര്യം കൂടെ പറയണേ. ക്ലാസ് തുറന്നിട്ട് പിന്നെയും പറയല്ലേ. തീരാതെ വരുമ്പോൾ പിന്നെ കൈ എത്തിപ്പിടിച്ചാ വൈകിട്ട് പറയാം. എന്നിട്ടും തീർന്നോ? ബാക്കി നാളെ വരുമ്പം നാളെ ഇച്ചിരി നേരത്തെ വരണേ. അപ്പൊ ഈ മനുഷ്യൻ പ്രകൃതിയാണ്, കർത്താവിന് മഹത്വം. അപ്പൊ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരത്തില്ല. അതാ ഞാൻ പറഞ്ഞു. ചില സഹോദരിമാർ പറയും, എൻ്റെ അമ്മാമ്മേ, ഞാൻ ഒരാളായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ. കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്നേ? കേട്ടിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നല്ലേ കേട്ട എത്ര പറഞ്ഞു. അല്പം കൂടെ ഈ മൂച്ചു കൂടിയ സഹോദരിമാര് പറയുന്നത് എങ്ങനെയാണെന്നറിയാം. അത് ഞാൻ പറയാം. എൻ്റെ അമ്മാമ്മേ, ഞാൻ ഒരാളായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ. എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? മുറുക്കെ പിടിച്ചോണം, വളവുണ്ട് അല്ലേ? നിങ്ങൾക്കറിയത്തില്ല പുള്ളി ആരാന്ന്. പുള്ളി സഭയെ വരുമ്പോൾ ഇങ്ങനെ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. വീട്ടിലോട്ട് വരണം, അയാളുടെ തനിനിറം. നിങ്ങളവർക്ക് ഇങ്ങനെ എപ്പോഴും കയ്യടിയും പാട്ടും പ്രാർത്ഥനയാണോ? ഞാൻ കൊല്ലങ്ങളായി തീ തിന്നാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത്. നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചൊക്കെ പോകുന്നതേ ഉള്ളൂ. അയ്യോ, എന്നാ ചെയ്യാനാ നമ്മുടെ തലയെ വന്ന്. ഞാൻ അന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞതാ ലണ്ടൻകാരൻ മതിയെന്ന്. സ്തോത്രം. നമുക്കിത് വെച്ചിരുന്നു. ഒടുവിൽ പറയാനടാ, നമുക്കത് എന്നാ ഒരു. എന്നാൽ ഇതെല്ലാം കേട്ടാൽ നമ്മൾ ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നില്ലേ? നിങ്ങൾ പറയരുത്, നിങ്ങളൊരു സ്തോത്രം പറ. നന്നായിട്ട് പറ. നിങ്ങൾക്ക് ഞാൻ പിന്നെ തരാം. സ്തോത്രം. ഈ ചള്ളും പള്ളും എല്ലാം പറഞ്ഞാൽ നമ്മൾ ഉരുട്ടിയിടാതെ കൊണ്ടു നടക്കുകയും സാരി മേടിച്ചു കൊടുക്കുകയും വീട്ടിൽപ്പെട്ട പലവ്യഞ്ജനം മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ കാശ് കൊടുക്കുകയും ശംഖുമുഖത്ത് വരെ കൊണ്ടുപോയി. സ്തോത്രം. ഒരു സ്തോത്രം കൂടെ പറ നിങ്ങൾ. മതി. നിങ്ങൾക്ക് സങ്കടം വന്നില്ല, നിങ്ങൾക്ക് ഇനിയും തരാം. ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം ഈ ടൈപ്പ് സാധനത്തിനെ സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും കൊണ്ടു നടക്കാനും ശുശ്രൂഷിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വസ്ത്രം കഴുകി കൊടുക്കാനും ഇതിനെ ഈ പരുവത്തിൽ കൊണ്ടു നടക്കുമെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാ ഇതിനെ നിന്റെ കയ്യിൽ തന്നെ സൂക്ഷം കൊണ്ട് തന്നത്. മേരിയുടെ കയ്യിലായിരുന്നു അവൾ ഞെക്കിക്കൊന്നേനം. നീ കൊല്ലാതെ ഇത്രയും. അപ്പൊ ഇനി നിങ്ങളൊരു സ്തോത്രം പറ. ഓത്തല്ലേ, ഇപ്പൊ രണ്ടു കൂട്ടർക്ക് സമാധാനമായേ. നമ്മൾ യോഗത്തിന് വന്നൊരു കലക്കം ഉണ്ടാക്കി വെച്ച് വേണ്ട. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയല്ല. പ്രൈസ് ദി ലോർഡ്. ശോധന വളരെയുണ്ട് എനിക്ക് നാഥാ, പരിശോധന നാൾക്ക് നാൾ പുതുക്കുന്നപ്പാ. ശോധന വളരെയുണ്ട് എനിക്കു നാഥാ, പരിശോധന നാൾക്ക് നാൾ പുതുക്കുന്നപ്പാ. പാർശ്യരാജ്യ പ്രഭു തടസ്സം ചെയ്യുവാൻ എൻ്റെ അരികിലെന്നും നിന്നും നിൽക്കും നീതാ. പോക സാത്താൻ, പോക സാത്താൻ, പോക സാത്താൻ, പോക സാത്താൻ. ഇരുട്ടിൻ്റെ ദേവൻ നീ പോയിക്കൊള്ളുക. സർവശക്തൻ നിൻ കാവലുണ്ട് ഇനിമേൽ, എനിക്കില്ലോർ ഭയം ഇനിമേൽ, എനിക്കില്ലോർ ഭയം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. അതാ പൗലോസ് അവിടെ പറഞ്ഞത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. വായിച്ചേ 10:13. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:13.
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. പിന്നെ ദൈവം വിശ്വസ്തൻ, അതോർത്തോണം. ദൈവം വിശ്വസ്തനാ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസ്തനല്ല. വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ രക്ഷിതാവാകുന്ന ക്രിസ്തുയേശു. അവിടുന്ന് വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. അവിടുന്ന് നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിന് വേണ്ടിയും വിശ്വസിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ഒടുവിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒടുക്ക ഉയർത്തെഴുന്നേറ്റ് അനന്തരം പറയുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്തനാ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. വിവിധ പരീക്ഷകൾ അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് വചനത്തിൽ കൂടെ പറയാം, അവിടുന്ന് നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും. നീക്കുപോക്ക് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. അറിയാത്ത വഴികളെ ദൈവം തുറക്ക്, അവൻ നീക്കുപോക്ക് ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. പരീക്ഷയോട് കൂടെ പോക്കുവഴി. നിങ്ങൾക്കറിയാമല്ലോ, വചനത്തിൽ തിട്ടമുണ്ട്. ചെങ്കട തീരത്ത് വന്ന് നിൽക്കുക. ചെങ്കട തീരം, മുമ്പിൽ ചെങ്കടൽ, അപ്പുറം ഇപ്പുറം പർവ്വതം. പുറകോട്ട് നോക്കിയപ്പോൾ പർവ്വതന്റെ സൈന്യം വരുന്നു. എന്നോ ചെയ്യും? അന്നേരം കുറെ പേര് പറഞ്ഞു, നമുക്ക് തിരിച്ചങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുത്തൻ പറഞ്ഞു, അവിടെ ആയിരുന്നു സെമിത്തേരി വരെ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന ഒരു നല്ല കുഴി പോലും വെട്ടാൻ. പിന്നെ ഒരുത്തൻ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞതാ ഈ ഇളക്കം കയറി ഓടരുതെന്ന്. പല അഭിപ്രായമില്ലേ? അന്നേരം പാല് തരാം, തേൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് കൊതി കയറി ഓടി. പാലുമില്ല, തേനുമില്ല, ഉപ്പുവെള്ളമാണ് മുന്നിൽ കിടക്കുന്നത്. കുടിച്ച് ആകട അല്ല, ഞാൻ അന്നേ പറഞ്ഞതാ. ഞങ്ങളുടെ കുന്നുപറമ്പിലെ ആ കൊച്ചമ്മയും അച്ഛനോട് പറഞ്ഞതാ, ഈ തമ്പിച്ചൻ ഒറ്റ ഒരുത്തനാ ഞങ്ങൾക്ക് ഈ ചതി ചെയ്തെന്ന്. ഞങ്ങൾ അന്തസ്സായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാ. ആ കൊച്ചമ്മേനും പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചോണ്ട് ദൈവമായിട്ട് ഒരു ബന്ധു. ഇവരും അങ്ങനെ തന്നെ പറഞ്ഞു. മിസ്രയീമിൽ ശവക്കുഴിയിലായിട്ടാണോ ഞങ്ങളെ ഭയങ്കര പ്രശ്നം. പിന്നെ കുറച്ച് പേര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പതയ്ക്കാൻ അറിയാവുന്നവരിലെ എടുത്ത് ഈ ആട് കുറേയെങ്കിലും അക്കരയ്ക്ക് പോയെന്ന് ആശ്വസിക്കാവില്ല. പതച്ചെങ്കിലും 5-6 വേറെ അഭിപ്രായം എഴുതിയിട്ടില്ലെങ്കിൽ അഭിപ്രായം നമ്മൾ കൊള്ളാം. നമ്മുടെ അഭിപ്രായം, നമ്മൾ എന്തെല്ലാം അഭിപ്രായം. ഒരുത്തൻ പറഞ്ഞ, എടാ പിണ്ടി ഒട്ടിക്കൊണ്ട് പാടാം, നമുക്ക് ചെങ്ങാടാം. സ്തോത്രം. ഇങ്ങനെ പ്രതിസന്ധിയാ പരീക്ഷ. പുറകെ പറവം വരിക, പിടിക്കും കൊല്ലുമെന്നും പറഞ്ഞ് ഇല്ലേ? 15:8-9 വായിര്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശയം അവരാ. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ. അതും പറഞ്ഞോണ്ട് പറവം പുറകെ വരിക. സ്തോത്രം. പറവം പിടിക്കുമെന്നും പറഞ്ഞ് പുറകെ. ചെങ്കടലാന്ന് വിഴുങ്ങാൻ നിൽക്കുക. അതാ യെശയ്യാപ്രവചനത്തിൽ വാക്യമുണ്ട്, ചെങ്കടൽ വാ പിളർന്നെന്നാ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തു വന്ന. അപ്പൊ അതൊരു വ്യക്തിയാ. മിസ്രയീം കടലിന്റെ നാവിന്. ഈ നമ്മൾ ചില വിഷയങ്ങളൊക്കെ പഠിക്കുമ്പം ഓരോന്നിനും ഓരോ ദൈവങ്ങളാ. ഈ വെള്ളത്തിനൊരു ദൈവം ഉണ്ടെന്ന, ജലം. അതിന് അറിയാമല്ലോ, വരുണൻ. വായുവിനൊരു ദൈവമുണ്ട്. അത് നമ്മൾ കേട്ടിട്ടില്ലയോ? വായു ഭഗവാൻ എന്നൊക്കെ പറയും. അഗ്നിക്കൊരു ദൈവമുണ്ട്, അനലൻ. അഗ്നിക്കൊരു ദൈവം. അങ്ങനെ എല്ലാത്തിനും ഓരോ ദൈവങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഓരോ വ്യക്തികളെ കാണിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യഹോവ മിസ്രയീം കടലിന്റെ നാവ്, അപ്പൊ അതൊരു വ്യക്തിയാ, ഒരു വ്യക്തിത്വമാണ്. പുറകെ പറവം വരിക, പിടിക്കുമെന്നും പറഞ്ഞ്. മുമ്പിൽ ചെങ്കടൽ നിൽക്കുക, വിഴുങ്ങും, ഇങ്ങോട്ട് വാ ഇപ്പം വിഴുങ്ങുമെന്നും പറഞ്ഞു. മുൻപിൽ ചെങ്കടൽ ആർത്തിരചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ച. മുൻപിൽ ചെങ്കടല തിരചാലെതിരായി, പിൻപിൽ വൻ. അപ്പൊ മുൻപിൽ ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുന്നു, പുറകെ പറവോന്റെ സൈന്യം പിടിക്കാൻ നിൽക്കുന്നു. പരീക്ഷയാണ്. പുസ്തകം പഠിപ്പിക്കുന്ന പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടെന്നാ.
അപ്പൊ ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുന്നു, പറവവും പിടിക്കാൻ നിൽക്കുന്നു. ചെങ്കടലിനും പറവോനും ഇടയ്ക്ക. അതാ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല. ഓരോ ദേശത്തിൻ്റെതായ ചില പ്രകൃതിയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ കൊച്ചമ്മയെ കുറച്ച് നാളായിട്ട് ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെ, കേട്ടിട്ടുണ്ട് ആ പഴഞ്ചൊല്ല്? ചെകുത്താൻ്റെ, അത് ഇവിടുന്ന് കിട്ടിയ പഴഞ്ചൊല്ല. ചെകുത്താൻ പുറകെ വരിക പിടിക്കാൻ, പറവോനെ ചെകുത്താൻ, കടൽ നിൽക്കുക വിഴുങ്ങാൻ. അതാ ചെകുത്താൻ്റെ കടലിന്റെ നടുവിൽ. ഇസ്രായേൽ മക്കളെ പറ്റിയാ പറഞ്ഞേ. അപ്പൊ പിടുങ്ങാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജനമെല്ലാം കൂടെ പിറുപിറുത്ത് മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞ് വടിയെടുത്ത് ചെങ്കടൽ നീട്ടാൻ പറഞ്ഞു. പരീക്ഷയോടും കൂടെ പോക്ക് വഴിയാ, വടിയെടുത്ത് നീട്ട്. മോശ എൻ്റെ ചിന്തയാ, വടിയെടുത്ത് ഇങ്ങനെ നീട്ടി. നമ്മളെങ്ങാനും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ സമയത്ത് അയാൾ വടിയായിട്ട് വരുന്നത്, നമ്മളാന്നെ വടി തല്ലി പൊട്ടിച്ചേക്ക് ആ വടിയെടുത്ത് ആയിക്കിട്ടൊരു അടിയടിയടാ. ചെകുത്താൻ പുറകെ വരുമ്പോൾ അയാൾ വടിയായിട്ട് വടിയും ഇറങ്ങിയാക്കിയ ആ വടിയെടുത്ത് അയാളുടെ തല വേണം. അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. എല്ലാം കൂടി ഇപ്പൊ എഴുതി വെക്കാൻ പറ്റുമോ? നമ്മളുണ്ടായിരുന്ന സൂക്ഷം പറയല്ല, എപ്പോഴേ ആടി നടത്തിയാനും. മോശയോട് ദൈവം പറഞ്ഞു വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടാൻ. മോശ വടിയെടുത്ത് നീട്ടി. തമ്പുരാൻ ചെയ്ത പദ്ധതി അവിടെ എഴുതിയിട്ടുണ്ട്. മോശ വടിയെടുത്ത് അങ്ങോട്ട് നീട്ടിയപ്പോൾ പരീക്ഷയോടെ കൂടെ പോക്ക് വഴിയാ. ദൈവം ഒരു ഉഷ്ണക്കാറ്റ് അടിപ്പിച്ചു. ആ പുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ഉഷ്ണക്കാറ്റ് അങ്ങോട്ട് വന്ന് ഒറ്റ അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വായും പിളർന്ന് നിന്ന ആ ചെങ്കടലിട്ട് ഒറ്റ അടി അടിച്ചു. ഒരൊറ്റ അടി അടിച്ചപ്പോൾ 7 കൈവഴിയായിട്ട് ചെതറി. അങ്ങനെ അടിച്ചേക്കുന്നത് 7 കൈവഴി ചെതറിയിട്ട് ഉണങ്ങിയ നില ഉണ്ടാക്കി ജനത്തെ മറുകര കടത്തി. അല്ല, പരീക്ഷയോടുകൂടെ ഒരു വാക്യം വായിച്ചത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പുതിയതാണ്ടല്ലോ ഒപ്പിച്ചുകൊണ്ട് വന്നതുപോലെ. പുസ്തകം നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകമായിരുന്നു യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 13 മുതലൊന്ന് വായിച്ചേ. അതിന്റെ 15-ാം വാക്യം വായിച്ചേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തി അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ട്. ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വായും പിളർന്നൊക്കെ വിഴുങ്ങുമെന്നും പറഞ്ഞ് ആരെ വിഴുങ്ങാനാ? ചോരത്തളി ആചരിച്ച ദൈവ കുഞ്ഞുങ്ങളെ. ആരെ വിഴുങ്ങാനാ? ക്രിസ്തലോ അവൻ സ്നാനപ്പെടാനിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ. ആരെ വിഴുങ്ങാനാ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ. അവൻ തന്റെ കുറുപ്രാവിനെ ദൈവ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ക്രൈസ്തലോ തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ ശത്രു വിഴുങ്ങുവാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പിശാചിന്റെ ആയുധമാക്കി തീർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പരീക്ഷയോടുകൂടെ പോക്ക് വഴി തമ്പുരാൻ ഒരു കാറ്റടിപ്പിച്ചു, ഉഷ്ണക്കാറ്റെന്നാ ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഉഷ്ണക്കാറ്റ്, കാറ്റെന്ന് പറഞ്ഞാൽ പല കാറ്റുണ്ട്. കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ്, ഉഷ്ണക്കാറ്റ്, ചുഴലിക്കാറ്റ്, തെന്നിക്കാറ്റ്, വടതിക്കാറ്റ്, തെക്കൻ കാറ്റ്, മന്ദമാരുതൻ, പിന്നെ ഈശാനമൂലൻ എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്. എന്തും ആയിക്കോട്ടെ, പല കാറ്റാണ്. ഞാനിങ്ങനെ അത് വിശ്വസിക്കുന്നത്. വേറൊരു വാക്യം കിടപ്പുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ. അപ്പൊ ഇതൊരു ദൂതനാ, കാറ്റുകളെ ദൂതന്മാരാക്കുവാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ കോടി കോടി ദൂതന്മാരാ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ദൂതന്മാരാ. കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും, കോടി ദൂതരു മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ. അപ്പൊ കോടി ദൂതന്മാരാ. ഈ ദൂതന്മാരുടെ വേറൊരു പ്രകൃതിയുണ്ട്. ഇങ്ങനെ ലൂക്കോസിൽ വായിക്കുന്നത്, ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ഭയങ്കര ശക്തിയാ ദൂതന്മാർക്ക്. അതിനൊരു തെളിവാ. ഒരിക്കൽ ഒരു ദൂതനെ ദൈവം വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദൂതനെ വിളിച്ചു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആണ്ട് അശൂർ പാളയത്തിലോട്ടൊന്ന് പോയിച്ചു വരാൻ പറഞ്ഞു. ആ ദൂതൻ മേളിൽ നിന്നൊരു ഒറ്റയടി 1,85,000. വിശ്വാസമില്ല, പ്രത്യാശ. കോടി ദൂതന്മാർ ഒരു ദൂതനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അശൂർ പാളയത്തിലോട്ട് പോയിട്ട് വരാൻ. അവൻ താഴോട്ട് ഇറങ്ങുന്ന ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് സാധനം അവിടെ നിൽക്കുന്നത്.
സ്തോത്രം. ഇങ്ങനത്തെ ദൂതന്മാരാ നമുക്ക് കാവല്. ആ സ്തോത്രം. അപ്പൊ ഒരു ദൂതൻ വന്നൊരു ഒറ്റ അടി അടിച്ചപ്പോ 7 കഷണമായി. അയാൾ ആ വാവിള നിന്നവനെ. അർത്ഥം ഇത്രയേ ഉള്ളൂ, നിനക്ക് വിരോധമായി വാവിളർക്കുന്നവനെ ദൈവം അടിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തെ വിടുങ്ങുവാൻ, തലമുറയെ വിടുങ്ങുവാൻ, വരുമാനത്തെ വിടുങ്ങുവാൻ, നന്മകളെ വിടുങ്ങുവാൻ, ആയുസ്സിനെ വിടുങ്ങുവാൻ, ആരോഗ്യത്തെ വിടുങ്ങുവാൻ, ശുശ്രൂഷയെ വിടുങ്ങുവാൻ, ആത്മീക മണ്ഡലങ്ങളെ വിടുങ്ങുവാൻ വളർന്നു നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ദൈവം അടിക്കും. അടിച്ചതിനെ കൈവഴിയാക്കി നിന്നെ മറുകര കയറ്റാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ശക്തിയും ബലമേറിയ ദൂതന്മാർ നമുക്ക് കാവലുണ്ട്. ഒറ്റയടി അടിച്ചപ്പോ 7 കൈവടിയായി ചെതറി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ട്. അതുകൊണ്ട് വേദനകളും ശോധനകളും കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ തളർന്നു പോകരുത്. നമ്മുടെ ദൈവം നമുക്ക് നീക്കുപോക്ക് തരുന്ന ദൈവമാ, വിടുവിക്കുന്ന ദൈവമാണ്, ഉദ്ധരിക്കുന്ന ദൈവമാ, സംരക്ഷിക്കുന്ന ദൈവമാ. ദൈവം അറിയാതെ നമുക്കൊന്നും വരത്തില്ല. നാനാപരീക്ഷകൾ വേദനകൾ നന്നായനിക്കുന്നു ഡായിടിലോ. നാനാപരീക്ഷകൾ വേദനകൾ നന്നായനിക്കുന്നു ഡായിടിലോ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറാം. കൈയടിച്ച് ഞാൻ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറം നങ്ങ് പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകും. ഓ വിശ്വാസനായക യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിൽ അടിച്ചെന്ന അല്ലലോരൽപ്പവും ഇല്ലെനിക്ക്. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലോരൽപ്പവും ഇല്ലെനിക്ക്. ഓ ആഴിയോ മൂഴിയോ നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. ആഴിയോ മൂഴിയോ നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. വിശ്വാസ ജീവിത നഗരിയിൽ പോകുന്നു ഞാൻ. ഓ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ.